എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവിൻ്റെ പുസ്തകം 59 അധ്യായം അതിൻ്റെ 2 വാക്യം വായിക്കട്ടെ. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പ്രിയരെ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നാം കടന്നു വരുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ ഏറ്റവും അരികിലുള്ളവർ എന്നതാണ്. ദൈവം നമ്മുടെ സമീപസ്ഥനായി തീർന്നിരിക്കുന്നു. ഈ വലിയ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇവിടെ വായിച്ച വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം ഒരു നാളിൽ ദൈവത്തോട് അകന്നു പോയവരായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? പാപം ദൈവത്തെയും നമ്മെയും അകറ്റിയിരുന്നു, നമ്മെ ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. ദൈവമായുള്ള വലിയൊരു തടങ്ങൽ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന് സമീപസ്ഥരായി നാം തീർന്നിരിക്കുകയാണ്. ദൈവം തന്നെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച്, നമ്മുടെ സമീപത്തേക്ക് അയച്ച് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിന് പാപത്തെ ഒരിക്കലും സഹിക്കുവാൻ കഴിയുകയില്ല. പാപത്തെ കണ്ണടച്ചു കളയുവാനും കഴിയുകയില്ല. മറിച്ച് പാപത്തെ ശിക്ഷിക്കുന്നവനാണ് ദൈവം. കാരണം ദൈവം പരിശുദ്ധനാണ്, നീതിമാനാണ്. അപ്പോൾ പാപത്തിൻ്റെ പരിണിതഫലമായി നാം എല്ലാവരും പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടവരായിരുന്നു, നിത്യമായ നരകം അനുഭവിക്കേണ്ടവരായിരുന്നു. പാപം മൂലമുള്ള ദൈവവുമായിട്ടുള്ള ബന്ധവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ ആ ബന്ധത്തിലേക്ക് നമ്മെ പുനഃസ്ഥാപിക്കുവാൻ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില നൽകുവാനോ ആർക്കും ഒരു നാളും കഴിയുകയില്ലായിരുന്നു. ദൈവമായിട്ടുള്ള ഈ വലിയ ഭിന്നത നീക്കിക്കളയുവാൻ ഒരു മനുഷ്യനാലും അസാധ്യമായിരുന്നപ്പോൾ ദൈവം തന്നെ സ്വന്തം പുത്രനെ അയച്ചു. ദൈവം തന്നെ ഈ ഭൂവിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നു. എഫേസ്യ ലേഖനം 2 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 13 വാക്യത്തിൽ നമുക്ക് ക്രിസ്തുയേശുവിൽ നാം സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. കാരണം 16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്രൂശിന്മേൽ ക്രിസ്തുയേശു ആ ശത്രുത്വം നീക്കിക്കളഞ്ഞു. പ്രിയരെ, കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായി മരിച്ചപ്പോൾ നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന ദൈവത്തിൻ്റെ ശിക്ഷയെ നമ്മൾ നീക്കിക്കളഞ്ഞ് അകന്നു കിടന്നിരുന്ന ദൂരസ്ഥരായ നമ്മെ ഇന്ന് സമീപസ്ഥരാക്കി തീർന്നിരിക്കുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ ആ വലിയ യാഗ മരണത്തെ, ആ ക്രൂശ് മരണത്തെ നമുക്ക് ഓർത്ത് പിതാവാം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പാപം ദൈവത്തിൽ നമ്മെ അകറ്റിയപ്പോൾ ദൈവത്തിൻ്റെ കൃപ, യഹൂദയിൽ ഉദിച്ച ദൈവത്തിൻ്റെ കൃപ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നു. നന്ദിയോടെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.